ഡൽഹിയിൽ നടക്കുന്ന സമരം ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും നടന്നപോലെ ഒരു കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? എന്തു തോന്നുന്നു? ഡൽഹിയിലെ പാറ്റ സമരം ഒരു വലിയ കലാപമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആക്ച്വലി അതാണ് നമ്മളിപ്പോ കണ്ടു. ഇപ്പൊ തന്നെ അക്രമസക്തമായി. പോലീസിനെ ആക്രമിച്ചു. 118 പോലീസുകാർക്ക് പരിക്ക് പറ്റി. 50 പോലീസുകാർ ആശുപത്രിയിലാണ്. പോലീസ് വാഹനങ്ങൾ തകർക്കപ്പെട്ടു. അതായത് ഒരു മിനി കലാപം തന്നെയാണ് അരങ്ങേറുന്നത്. വ്യാപകമായിട്ട് കല്ലേറുണ്ടായത്. നമ്മൾ ഇതുപോലത്തെ പാറ്റേണിൽ കല്ലേറ് കണ്ടിരുന്നത് ഒന്ന് പലസ്തീനിലായിരുന്നു പണ്ട്. പിന്നെ കാശ്മീരിൽ കല്ലേറുണ്ടായി. കാശ്മീരിലെ കല്ലേറ് തന്നെ കല്ലെറിയുന്ന ഓരോരുത്തരും 500 രൂപ വെച്ച് കൊടുത്ത് ഇറക്കുമായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. അതിന്റെ സാമ്പത്തിക സോഴ്സുകൾ അടച്ചോടെ കാശ്മീരിലെ കല്ലേറ് നിന്നു. കാശ്മീരിലെ ജനത അവരുടെ സ്വഭാവം മാറി, അവർ ശരിയായി, അവർ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു, അവിടെ സർക്കാരായി ജനാധിപത്യത്തിലേക്ക് മാറി വന്നു. ജനാധിപത്യപരമായിട്ട് പോകുന്ന നാടാണ് കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ്. അങ്ങനെ ജനാധിപത്യപരമായി പോകുന്ന ഒരു സ്ഥലത്ത് കല്ലേറുമായിട്ട് പുതിയൊരു പദ്ധതി വന്നിരിക്കുകയാണ്. അതെന്തിനാണ്? അത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഡൽഹിയിലെ കലാപത്തിന്റെ എന്തായിരിക്കും പാറ്റേൺ? ആ പാറ്റേൺ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കി, ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് ഇറക്കി. നേപ്പാളിൽ കലാപം ഉണ്ടാക്കി, അവിടുത്തെ പ്രധാനമന്ത്രിയെ ഇറക്കി. ശ്രീലങ്കയിൽ കലാപം ഉണ്ടാക്കി, രജപക്ഷയെ ഇറക്കി. ഇവരെ പലർക്കും നാടുവിട്ട് പോകേണ്ടി വന്നു. ഈ അവസ്ഥ എത്തിച്ച് അവിടുത്തെ ഭരണകൂടത്തെ ഇറക്കി കുട്ടിച്ചോറാക്കി നാട് നശിപ്പിക്കാനുള്ള ശ്രമം. ഇതിനുശേഷം അവിടെ ഒന്നും പെട്ടെന്ന് സാമ്പത്തികമായിട്ട് നന്നായിട്ട് പോയിട്ടില്ല. നേപ്പാളിലാണ് ഇപ്പോൾ അടുത്ത കലാപം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം തന്നെ സംശയമാണ്. ഈ സ്ഥിതിയിലേക്ക് എത്തി വരുന്നു. ഇതുപോലത്തെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പരിപാടിയാണ് നടക്കുന്നത്. അത്തരം ഒരു കലാപം ഉണ്ടാക്കലിന്റെ മുന്നോടിയാണ് ഈ പാർട്ടിയുടെ ഫോർമേഷൻ, ജനങ്ങളെ ഈ കുട്ടികളെ രംഗത്തിറക്കല്, കുട്ടികളെന്ന പേരിൽ ഗുണ്ടകൾ വരുന്നത്, പോലീസിനെ ആക്രമിക്കുന്നത്, കല്ലെറിയുന്നത്. അതിന് തന്നെ മതപരമായ പരിവേഷം കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ വേറെ ചെയ്യുന്നുണ്ട്. ഇത്രയും പരിപാടി നടക്കുമ്പോൾ തന്നെ കാശ്മീരിന്റെ 370 വകുപ്പ് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് കുറെ ആൾക്കാർ പറഞ്ഞു. അതെന്താണ് പാർട്ടിക്ക് കാശ്മീരിലെ 370 വകുപ്പ് കാര്യം? അതായത് കാശ്മീരിലെ 370 വകുപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ ആർക്കാണോ താല്പര്യമുള്ളത് ആ ആൾക്കാരും കൂടി ഈ സമരത്തിലേക്ക് വന്ന് പങ്കെടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വളരെ കൃത്യമായിട്ട് ഏതൊക്കെ ദേശവിരുദ്ധ വിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ദേശവിരുദ്ധമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇങ്ങോട്ട് വന്ന് കൂടുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ആ സമരത്തിലേക്ക്. ഇനി ഇതൊരു വലിയ കലാപമാക്കി പടർത്തണോ? അതിനുള്ള പദ്ധതിയുണ്ട്, അതിനുള്ള പ്ലാൻ ഉണ്ട്. ഒന്ന് നോക്കൂ, US-ഇന്ത്യ ട്രേഡ് ഡീല് അതൊന്നും ആയിട്ടില്ല. അതിന്റെ ഡ്രാഫ്റ്റ് പോലും ആയിട്ടില്ല. അതിലെ വിവരങ്ങൾ തന്നെ അന്ന് വെളി വന്നിട്ടില്ല. US-ഇന്ത്യ എന്നുള്ള ചർച്ചകളൊക്കെ സ്തംഭിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ കാര്യമായിട്ട് ചർച്ച നടക്കണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും നടക്കത്തില്ല. കാരണം ട്രംപ് അത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപിനെ വിശ്വാസം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിലവിൽ ഇന്ത്യ കാര്യമായിട്ട് ചർച്ച നടന്നില്ല. പക്ഷേ ഇന്ത്യയും US തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്ന കരാറിൽ കർഷകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കർഷകർ സമരത്തിന് തുടങ്ങാൻ പോവാണ്. ഏത് കർഷകര്? ഹരിയാന, പഞ്ചാബ് മേഖലയിലെ ജാട്ടു വിഭാഗത്തിൽപ്പെട്ട മുമ്പും സമരം നടത്തിയിട്ടുള്ള കർഷക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാർ, അതേ ആൾക്കാർ ട്രാക്ടറുകളുമായിട്ട് ഡൽഹി നഗരത്തിലേക്ക് ഓടിക്കയറുമെന്ന് കലാപം ഉണ്ടാക്കാൻ ആരാണോ ശ്രമിച്ചത് അവരെ തന്നെ ഇറങ്ങാണ്. അതെന്തിനാ ഈ സമയത്ത് ചെയ്യുന്ന? ഓർത്തു നോക്കൂ, ജൻസി കലാപം എന്ന് പറഞ്ഞിട്ട് പാറ്റകളുടെ ഒരു കലാപം ഒരു വശത്ത്, അത് ഡൽഹി നഗരത്തിനകത്ത് നടക്കുമ്പോൾ ഡൽഹി നഗരത്തിന് വെളിയിൽ കർഷക കലാപം എന്ന് പറഞ്ഞിട്ട് വേർന്നു വരുന്നു. ഇത് കൃത്യമായ പ്ലാനിംഗ് ആണ്. അതായത് ഡൽഹി നഗരത്തിനകത്തും ഡൽഹിക്ക് പുറത്തും ഒരേ സമയത്ത് കലാപം ഉണ്ടാക്കുക. ഇതിനായിട്ട് ഗുണ്ടാ ഗ്രൂപ്പുകൾ ഇറങ്ങിയിരിക്കുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഡൽഹിയിൽ ആൾക്കാരെത്തി സംഘടിക്കുന്നു. അവരവിടെ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു, എന്തൊക്കെയോ ശ്രമിക്കാൻ പോകുന്നു. ഇവിടെ ഇന്ന് കർഷകരുടെ മഹാപഞ്ചായത്താണ് കൂടാൻ പോണത് ഡൽഹിയിൽ. ഈ മഹാപഞ്ചായത്ത് എന്താ പ്രഖ്യാപിക്കാൻ പോണേ? കേന്ദ്രം ഒപ്പുവെക്കാൻ പോകുന്ന, US-ആയിട്ട് ഒപ്പുവെക്കാൻ പോകുന്ന ഡീല് കർഷക വിരുദ്ധമാണ്. ഇവിടുത്തെ കർഷകർക്ക് നെഞ്ചത്തിന് കിട്ടുന്ന വിധത്തിൽ അവരോടൊന്ന് പലത് ഇറക്കുമതി ചെയ്യും എന്നാണ്. ഇന്ത്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കർഷകന്റെ ഒരു താല്പര്യവും പരിഗണിച്ചിട്ടൊന്നും ചെയ്യാൻ പോകില്ല. അങ്ങനത്തെ ഒരു സാധനം ഇറക്കുമതി ചെയ്യാൻ പറ്റത്തില്ല. ചോളം ഇറക്കുമതി ചെയ്യില്ല, പാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യില്ല, മാംസോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യില്ല. ഇതൊന്നും തന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യില്ല. പാൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്ത ഇവിടുത്തെ പാൽ കർഷകന്റെ, ഇവിടുത്തെ ക്ഷീര കർഷകരുടെ കാര്യം വലിയ കഷ്ടമാവും. അതുപോലെ തന്നെ പച്ചക്കറികളോ ചോളോ ഒന്നും തന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നില്ല. അതേസമയം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഡീലിൽ എന്താ വരാൻ പോണേ? കാറുകളൊക്കെ ഇറക്കുമതി ചെയ്യാൻ പോണേ, വില കൂടിയ കാറുകൾ. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ നീ. അതുപോലെ വിദേശ മദ്യങ്ങൾ വില കൂടിയത്, ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇറക്കുമതി ചെയ്യോട്ടെ. അത് മേടിക്കുന്ന ആൾക്കാർ അതൊക്കെ മേടിച്ചോട്ടെ. അങ്ങനെയുള്ള മാത്രമേ വരുള്ളൂ. അല്ലാതെ ഇവിടുത്തെ കർഷകന് വേണ്ടി ഒന്നുമല്ല. അതേസമയം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലേക്ക് ഇറക്കാനാണ് നോക്കുന്നത്. വാർത്ത വായിക്കുന്ന ആൾക്കാരെന്നാ വിചാരിക്കുന്നത്? ഇന്ത്യ അമേരിക്കയായിട്ട് ഡീൽ ഒപ്പുവെക്കാൻ പോകണം, ഇപ്പൊ എല്ലാം തകരും എന്ന്. എവിടെ ഡീൽ ഒപ്പുവെക്കാൻ പോകണം? ഇന്ത്യ അമേരിക്കൻ തമ്മിൽ തികഞ്ഞ സംഘർഷത്തിലാണ് ഇപ്പോൾ, ആശയ സംഘർഷത്തിലാണ്. ഇന്ത്യ നിൽക്കുന്ന റഷ്യയുടെ ഒപ്പമാണ്. ഇന്ത്യക്കെതിരെ 100% താരിഫാണ് ചുമത്താൻ പോകുന്നത്. 1% താരിഫ് അഡീഷണൽ ചുമത്തിയാൽ ഇന്ത്യ ഒരു ട്രേഡ് ഡീൽ ഒപ്പുവെക്കില്ല. ഇന്ത്യ ഇതിന് തയ്യാറല്ല, ഒരു തരത്തിലുമേ തയ്യാറല്ല. അങ്ങനെ നിൽക്കുന്ന ഇന്ത്യ അമേരിക്കയായിട്ട് ഇന്ത്യൻ കർഷകന്റെ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് ട്രേഡ് ഡീൽ ഒപ്പുവെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ നുണ വേറെയില്ല. പക്ഷെ ആ നുണ പ്രചരിപ്പിക്കാനും അതിന്റെ പേര് കലാപം ഉണ്ടാക്കാനും ഇവിടെ പലരും റെഡിയായിരിക്കുന്നു. ഇതിന്റെ പുറകിൽ ആരൊക്കെയുണ്ട്? ഇന്ത്യ മുന്നണി ഇതിന് ഉത്തരം പറയണം, കോൺഗ്രസിന് ഉത്തരം പറയണം. അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാന്ദർഭികമായിട്ടും സമരത്തിൽ പങ്കെടുത്താണ് രാഹുൽ ഗാന്ധി എന്ന് പോലും പറയാൻ പറ്റില്ല. വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തതെന്നുള്ളത് അവിടെയുള്ള
ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗത്തു വന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും മുഖ്യമന്ത്രിമാരുടെയൊക്കെ മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് പ്രീ പ്ലാൻഡ് ആണ്, വെൽ പ്ലാൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉണ്ടായ കലാപത്തിൽ കോൺഗ്രസിന് പങ്കുണ്ടോ? ഒരു ഉത്തരം പറയേണ്ടി വരും. കർഷക കലാപം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് മഹാപഞ്ചായത്ത് നടക്കുന്നത്. ഇതിന്റെ കോൺഗ്രസിന് പങ്കുണ്ടോ? ഇന്ത്യ മുന്നണിക്ക് പങ്കുണ്ടോ? ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടാണ്, ചോദ്യങ്ങൾക്ക് വിധേയമാണ്. പക്ഷെ ഒന്ന് പറയാം, ഇന്ത്യൻ ജനത അവരിതെല്ലാം തിരിച്ചറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾക്ക് ഓരോന്നും മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾ വ്യക്തമായിട്ട് അവരുടെ മുന്നിൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഓരോന്നും അവരുടെ മുന്നിൽ വരുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ പലതും മറച്ചു വെച്ചു. അവിടെ പോലീസിനെ ആക്രമിച്ചത്, വനിതാ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്, പൊതുജനങ്ങൾ ആക്രമിക്കപ്പെട്ടത്, ഇതെല്ലാം ഈ പാർട്ടികളുടെ ഒപ്പം വന്ന ആൾക്കാർ ചെയ്തതാണ്. അതെല്ലാം അവിടെ മറച്ചു വെക്കപ്പെട്ടു. എന്നിട്ടോ പോലീസ് ജൻസിക്കാരെ അല്ലെങ്കിൽ പാർട്ടികളെ ആക്രമിച്ചതുകൊണ്ട് ഇവിടെ ന്യൂസ് ഇറങ്ങുന്നു. മറുവശത്ത് കേരളത്തിന് വെളിയിലെ മാധ്യമങ്ങൾ അങ്ങനെയല്ല. അവരെല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് എല്ലാ സത്യങ്ങളും പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉണ്ടാവുന്ന ജൻസി കലാപം എന്നൊക്കെ പേരിട്ടിട്ടുള്ള ആ സാധനം യഥാർത്ഥത്തിൽ എന്താണ്, എന്ത് അജണ്ടയാണെന്ന് വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്കും കേരളത്തിന് വെളിയിലുള്ള ആൾക്കാർക്ക്, തെക്കേ ഇന്ത്യയിലുള്ള ആൾക്കാർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. രാജ്യം മുഴുവൻ ആ സന്ദേശം പോകുന്നുണ്ട്. രാജ്യം മുഴുവൻ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പൊ എന്താണ് ഡൽഹി നടക്കുന്നുള്ള ചൂടേറിയ ചർച്ച നടക്കുകയാണ്. ഏകപക്ഷീയമായിട്ട് ആരും ഗവൺമെന്റിൽ എതിർക്കുകയല്ല, പകരം അവിടെ നടന്ന അക്രമങ്ങളെ പറ്റി, പോലീസിന്റെ നേരാണ് അക്രമങ്ങൾ, വാഹനങ്ങൾ നശിപ്പിച്ചത്, പബ്ലിക്കിനെ തടസ്സപ്പെടുത്തിയത്, ഇതെല്ലാം ചർച്ച നടക്കുകയാണ്. ഡൽഹിയിലെ ജനത ഈ സമരത്തിനെതിരാണ്. അവരാണ് കഷ്ടപ്പെടുന്നത്. ഇനി ഡൽഹിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഡൽഹി നഗരത്തിന്റെ പുറത്തുനിന്ന് ഹരിയാന, പഞ്ചാബ് ഭാഗത്തു നിന്ന് കർഷകരുടെ സമരം കൂടെ വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന ജനജീവിതം എത്ര ദുസ്സഹമാക്കും എന്നുള്ളത് നോക്കാനില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ട്രംപും ഇറാനും തമ്മിലുള്ള യുദ്ധം കാരണം തന്നെ ഇവിടെ ഇന്ധനം നിലകൊണ്ട് കിട്ടാണ്ടിരിക്കുന്ന സമയമാണ്. ഇതിന് പുറകെയാണ് ഇവന്മാർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ജനങ്ങളെല്ലാം തിരിച്ചറിയും, ഇതിനെല്ലാം ചോദിക്കും, ഇതിനെല്ലാം മറുപടി ജനം തരും. ഓർത്തു വെച്ചോ, ചെവി നുള്ളിക്കുമെന്ന് പറയാനുള്ളൂ. ഇന്ത്യ മുന്നണി ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുൻപുണ്ടായതിനേക്കാളും വലിയ പരാജയമായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ UP ഇലക്ഷൻ തൊട്ടുള്ള റിസൾട്ടിൽ നമ്മളത് കാണും.